വിനയപ്രസാദിന്റെ പൂർവിക സ്വത്തായിരുന്നു ഈ ഒരു മന. പക്ഷേ ആരും താമസമില്ല. വർഷങ്ങളായി അടച്ചു കിടക്കുന്ന ഈ ഒരു വീട്ടിൽ വളരെ അപകടകാരിയായ ഒരു ദുരാത്മാവുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് ആ വീട് വിൽപ്പന നടക്കുന്നുമില്ല. അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച ആ ഒരു ടൈമിലാണ് വിനയപ്രസാദിന് ഈ ഒരു മന താൻ തന്നെ ഇറങ്ങി വിൽക്കണമെന്ന് തോന്നിയത്. അങ്ങനെ വർഷങ്ങളായി അടച്ചു കിടക്കുന്ന ആ ഒരു വീട്ടിൽ വിനയപ്രസാദ് എത്തുന്നു. അവിടുത്തെ കാര്യസ്ഥൻ ദാമു ഓടിയെത്തുന്നു. അയാൾ ഈ വിവരം അറിഞ്ഞ് നടുങ്ങിപ്പോയിരിക്കുന്നു. കുഞ്ഞെ, എന്താ നീ ഈ ഒരു ടൈമിൽ വന്നിരിക്കുന്നത്? നിനക്കിവിടെ താമസിക്കാൻ പറ്റില്ല, ഇവിടെ ഒരു ദുരാത്മാവുണ്ട്. അപ്പോൾ വിനയം പറഞ്ഞു, എന്താ ചേട്ടാ, ഈ 21-ാം നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കുന്നു? ഞാൻ എന്തായാലും ഇവിടെ താമസിച്ച് ഈ വീട്, ഈ ഒരു മന വിൽക്കുക തന്നെ ചെയ്യും. താൻ ഇനി എന്ത് തന്നെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആ ഒരു കാര്യസ്ഥന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, മോനെ, ഒരിക്കലും നീ തെക്കിനിയിലേക്ക് പോവരുത്. അത് അവളുടെ വാസസ്ഥലമാണ്. നീ മറ്റേതെങ്കിലും റൂം ഉപയോഗിച്ചാൽ മതി എന്ന്. അപ്പോൾ വിനയൻ പരിഹാസത്തോടെ പറഞ്ഞു, ശരി ശരി, ചേട്ടൻ പോയി നാളെ രാവിലെ വരൂ. ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് പോയി എല്ലാ ഭാഗവും ഒന്ന് കാണട്ടെ. എനിക്ക് കിടക്കേണ്ട സ്ഥലം ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞാണ് അവൻ പോയത്. അങ്ങനെ ആ ഒരു മനയിലേക്ക് അവൻ കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടു. അതാണത്രേ പണ്ട് കാലത്ത് മരിച്ച, ഇന്ന് ദുരാത്മാവായി നടക്കുന്ന ആ ഒരു സ്ത്രീ. അവനൊരു ചിരിയാണ് വന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വിശ്വസിച്ച് നടക്കുന്ന കുറെ വടുവന്മാർ. എന്തായാലും തനിക്ക് മന വിറ്റേ പറ്റൂ. അങ്ങനെ അവൻ എല്ലാ ഭാഗം നടന്നു കണ്ടു. അങ്ങനെ രാത്രിയായി. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ റൂമിലെത്തി കിടന്നു. പലതും ഓർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും അവനെന്തോ ഉറക്കം വന്നില്ല. അതേസമയം ആ വീടിന്റെ നടുത്തളത്തിൽ ഒരാളുടെ എൻട്രി ആയിരുന്നു. ഇതൊന്നും അറിയാതെ വിനയപ്രസാദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉറക്കത്തിന്റെ ആ ഒരു 7-ാം യാമത്തിലേക്ക് കടന്നപ്പോഴാണ് കട്ടിലിന്റെ ബെഡ്ഷീറ്റ് ആരോ വലിക്കുന്നതായി അവന് തോന്നി. അവൻ ഞെട്ടി നടുങ്ങി തരിച്ച് അവൻ ചാടി എണീറ്റു. മാത്രമല്ല റൂമിന്റെ ഡോർ ആരോ തുറന്നതുപോലെയും അവന് തോന്നി. അവൻ മൊബൈലിന്റെ ആ ഒരു വെളിച്ചം ആ ഒരു ഭാഗത്തേക്ക് അടിച്ചു. ആ ഡോറിന്റെ നേരേക്ക് തന്നെ അവൻ അടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അപ്പോഴാണ് ബെഡ്ഷീറ്റ് വീണ്ടും ഇളകുന്നത് പോലെ തോന്നിയത്. അവൻ വ്യക്തമായി കണ്ടു. ആ രാത്രി തന്നെ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തനിക്ക് മനയും വേണ്ട, പണവും വേണ്ട, തനിക്ക് ജീവൻ മാത്രം മതി എന്ന് അവന് തോന്നിപ്പോയി. നാട്ടുകാർ പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് അവൻ ഓടിയത്. നേരം പുലർന്നപ്പോഴാണ് കാര്യസ്ഥൻ വന്ന് നോക്കിയത്. പക്ഷേ അങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നത്. രാത്രിയിൽ ആരോ ആ വീട് വിട്ട് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞു. ആ കാര്യസ്ഥൻ ഉള്ളാലെ ചിരിച്ചു. അല്ലെങ്കിലും ഇവന്മാരൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ലല്ലോ. എന്തായാലും പശുവും ചത്തു, പാലിലെ പുളിയും തീർന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.